Hi, എല്ലാവർക്കും നമസ്കാരം and welcome back to our channel Lifestyle Beats with Harsha. How to series ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീരീസിൽ നമ്മൾ മേക്കപ്പിന്റെ ബേസിക്സ് ആണ് ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്യുക, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക, കൺസീലർ അപ്ലൈ ചെയ്യുക, കളർ കറക്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മുടെ How to സീരീസിന്റെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താ കണ്ടിരുന്നത്? നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്തു, കളർ കറക്റ്റിംഗ് ചെയ്തു, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു ആൻഡ് കൺസീലർ അപ്ലൈ ചെയ്തു. ഇനി ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണ്ടേ? അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ബേസ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ഓക്കെ, നമുക്ക് കോമ്പാക്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൂസ് പൗഡർ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ടാൽക്കം പൗഡർ വെച്ചിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി നമ്മൾ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പാർട്ടി ഫംഗ്ഷനൊക്കെ പോയി നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കോമ്പാക്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് ലുക്ക് നമുക്ക് കിട്ടും. ഞാൻ എൻ്റെ ബേസ് മേക്കപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്, എക്സെപ്റ്റ് ദ സെറ്റിംഗ് പാർട്ട്. അപ്പം മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള മേബിലിൻ ഫിറ്റ് മീയുടെ കോമ്പാക്റ്റ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസ് പൗഡറും എടുക്കാം. ഓക്കെ, ലൂസ് പൗഡർ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് അണ്ടർ ഐസിൽ ബേക്ക് ചെയ്യാനായിട്ട് എടുക്കാം. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഡിഫൈൻ, നമ്മുടെ ചീക്സിൻ്റെ ഈ ഒരു പോർഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് ലൂസ് പൗഡർ എടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഫുൾ ഫേസ് ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൂസ് പൗഡർ അല്ലെങ്കിൽ ബനാന പൗഡേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കോമ്പാക്റ്റ് ആണ്. കാരണം അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ ബേസ് ഒന്ന് നന്നായിട്ട്, നമ്മൾ ഈ ഒരു സ്പഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഒരു എന്താ പറയുക, ഒന്ന് നമ്മുടെ ബേസ് ഒന്ന് ഇരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു കോമ്പാക്റ്റിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇത് മേബിലിൻ ഫിറ്റ് മീയുടെ കോമ്പാക്റ്റ് ആണ്. എൻ്റെ ഷെയ്ഡ് 310 സൺബീച്ച്. എൻ്റെ ഫൗണ്ടേഷനും ആ ഷെയ്ഡാണ്, കൺസീലറും സെയിം ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ അതാ നമുക്ക് ഇവിടെയാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. ആൻഡ് ഇത് ഇങ്ങനെ മേളിൽ നോക്കുമ്പോൾ നമുക്കിതാ ഇവിടെ ഒരു സ്പഞ്ചും കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് കോമ്പാക്റ്റ് ഇടാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഈ ഒരു പഫ് വെച്ചിട്ടൊക്കെ ഇടാൻ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതുപോലത്തെ ഒരു കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഒരു സ്പഞ്ചാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കോമ്പാക്റ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിന്നിന് മാച്ച് ചെയ്യുന്ന കോമ്പാക്റ്റ് വേണം യൂസ് ചെയ്യാനായിട്ട്. ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഒരിക്കലും എടുക്കരുത്. അത് ഭയങ്കര വൃത്തികേടാണ്. നമ്മൾ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു ബേസ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് പൗഡർ വെച്ചിട്ട് നമ്മൾ ബേസ് സെറ്റ് ചെയ്താൽ അത് വെളുത്ത് ശരിക്കും പുട്ടിയടിച്ചതുപോലെ തോന്നും. ഓക്കെ, അത് കാരണം നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ എക്സാക്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു ലെയർ പോലെ നമുക്ക് കാണാൻ പറ്റും. ആ ലെയർ കാണുന്നത് ആർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ഫേസിൻ്റെ കളർ വേറെ, കഴുത്തിൻ്റെ കളർ വേറെ, കൈയുടെ കളർ വേറെ, അത് ഒട്ടും നല്ലതല്ലല്ലോ. അപ്പം നമ്മൾ എത്രയാണോ നമ്മൾ എന്താണോ നമ്മുടെ സ്കിൻ ഷെയ്ഡ് അത് എക്സാക്റ്റ് ആയിട്ടുള്ളത് വേണം നമ്മൾ എടുക്കാനായിട്ട്. ലൈറ്റ് ഷെയ്ഡ് എടുക്കരുത്, അതുപോലെ തന്നെയാണ് നമ്മൾ ഡാർക്ക് ഷെയ്ഡും എടുക്കരുത്. ഒബ്വിയസ്ലി നമ്മൾ എന്താണ് സ്കിൻ ടോൺ അത് എൻഹാൻസ് ചെയ്യണം. അല്ലാണ്ട് ഡാർക്ക് ഷെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ഫുൾ മേക്കപ്പ് റൂയിൻ ആയിപ്പോൾ ഫുൾ മേക്കപ്പ് ഡള്ളാവും, നമ്മുടെ ഫേസ് തന്നെ ഫുള്ള് ഡള്ളാവും. ഈ ഒരു ഷെയ്ഡ് എനിക്ക് പെർഫെക്റ്റ് മാച്ചാണ്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് എൻ്റെ ഈ ഒരു പഫ് എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഒരയ്ക്കല്ല ചെയ്യുന്നത്. നമ്മൾ പണ്ട് കുഞ്ഞിലേക്ക് ഒബ്വിയസ്ലി ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുക. ആരും ആ സമയത്ത് കോമ്പാക്റ്റ് ഒന്നും യൂസ് ചെയ്യില്ല. ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും. പക്ഷെ കോമ്പാക്റ്റ് അങ്ങനെയല്ല. നമ്മുടെ ബേസ് മേക്കപ്പ് അനക്കരുത്. അതുകൊണ്ട് നമ്മൾ പഫിൽ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബേസ് നമ്മൾ എന്താണ് ഇട്ടേക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് മേളിലോട്ടാക്കിയാലേ വേണം, നമ്മൾ താഴോട്ടാക്കിയാണ് വേണ്ടത്. ആൻഡ് എസ്പെഷ്യലി നമ്മൾ കൺസീലർ ഇട്ടിട്ടുണ്ടെങ്കിൽ കൺസീലർ പാർട്ടിൽ ഇങ്ങനെ സ്പഞ്ച് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തേക്കുന്ന പാർട്ടും നന്നായിട്ടൊന്ന് സെറ്റ് ആവും. ഇല്ലെങ്കിൽ നമ്മുടെ കൺസീലർ ഒബ്വിയസ്ലി നമുക്ക് ക്രീസ് ആവാനായിട്ട് നന്നായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കോമ്പാക്റ്റ് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്കൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ചിലപ്പം യൂസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പക്ഷെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ കോമ്പാക്റ്റ് വെച്ചിട്ട് വേണം നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഐസിൻ്റെ മുകളിൽ കൺസീലർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം ഐസിൻ്റെ മേളിലും നമ്മൾ കോമ്പാക്റ്റ് വെച്ചിട്ട്
സെറ്റ് ചെയ്യാം. നമ്മുടെ ബേസ് മേക്കപ്പ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു പ്രോപ്പർ മേക്കപ്പിന്റെ ക്രൈറ്റീരിയ ഫോളോ ചെയ്ത് കാരണം നമ്മൾ ഇത്ര നന്നായിട്ട് നമുക്കൊരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ബേസ് മേക്കപ്പ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കോമെന്റ്. ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആൻഡ് പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ഇനി നമ്മുടെ ഹൗ ടു സീരീസിന്റെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി, ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.